പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ, ഒരു വചനപ്രഘോഷകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് വചനം പ്രഘോഷിക്കുക, ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളത്, ഈശോയെ കൊടുക്കുക എന്നുള്ളത്. ക്രിസ്മസിന് നമ്മളുടെയും ഒരു ലക്ഷ്യവും നമ്മുടെ ഒരു ഉത്തരവാദിത്വം അത് തന്നെ ആയിരിക്കണം. ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്, ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ കൊടുക്കുക എന്നുള്ളതാണ്. വേദനിച്ചും തളർന്നിരിക്കുന്നവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞ് സമാശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈശോയെ കൊടുക്കുക, ഈശോയെ പ്രഘോഷിക്കുക. ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം, ദൂതനും മാലാഖമാരും കൂടി ചേർന്ന് പാടിയില്ലേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ പ്രഘോഷിക്കുക. ആട്ടിടയന്മാർക്കും ലോകത്തിനൊക്കെ ദൈവത്തെ പ്രഘോഷിക്കുക. മാതാവും യൗസപിതാവും ചെയ്തത് എന്താ? ഉണ്ണിയെ കരങ്ങളിലെടുത്ത് ദൈവത്തെ പ്രഘോഷിക്കുക, ദൈവത്തെ ലോകത്തിന് സമർപ്പിക്കുക. പിന്നീട് സ്നാപയോഹന്നാൻ എന്താ ചെയ്തത്? അവൻ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. പറഞ്ഞത് എന്താ? ഞാൻ വഴിയൊരുക്കാൻ വന്നവനാ, ആ വരാനിരിക്കുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക. ശിഷ്യന്മാരെല്ലാവരും എന്ത് ചെയ്തു? ഈശോയുടെ കടന്നു പോകലിന് ശേഷം ലോകം മുഴുവനും യാത്ര ചെയ്ത് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ഇപ്പൊ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള വിളിയ ഓരോ ക്രിസ്ത്യാനിയുടെയും. സുവിശേഷത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാനുള്ള വിളിയ. നീ അനുഭവിച്ചറിഞ്ഞ സമാധാനവും സന്തോഷവും മറ്റുള്ളവരിലേക്കും പടർത്തുവാനുമുള്ള വിളിയ നമുക്കെല്ലാവർക്കും ഉള്ളത്. ഇപ്പൊ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് കഴിയട്ടെ. അങ്ങനെ ജീവിതം ക്രിസ്തുവിനോടൊപ്പം ആസ്വദിക്കാൻ കഴിയട്ടെ. ഒരു കാര്യം മനസ്സിലാക്കണം, എപ്പോഴാണ് ക്രിസ്തുവിനെ നീ പങ്കുവയ്ക്കുന്നത്, അപ്പോഴാണ് പരിശുദ്ധാത്മാവ് സന്തോഷിക്കുക. എപ്പോഴാണ് നീ ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ള ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞയക്കുന്നത്, അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നീ നിറയപ്പെടുക. ആത്മാക്കളെ നേടുമ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുകയും സ്വർഗീയ കൃപകൾ നിന്നിലും എന്നിലും നിറയുകയും ചെയ്യും. അപ്പം അങ്ങനെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം, ഈശോയെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.